ഒരു വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല 60 വയസ്സ് തികയുന്നതുവരെ ആ വ്യക്തിക്ക് അള്ളാഹു ആയുസ് നൽകിയാൽ പിന്നെ അയാളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ർ സ്വീകരിക്കുന്നതല്ല. ഉദ്ർ അഥവാ ഇളവ് നൽകൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ വിഷയത്തിൽ അവസാനിപ്പിക്കുന്നതാണ്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? 60 വയസ്സ് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അയാളുടെ ഉദ്ർ സ്വീകരിക്കുകയില്ല എന്ന്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ ആയുസ് നൽകിയിട്ടും സത്യം മനസ്സിലാക്കാനോ സത്യമനുസരിച്ച് ജീവിക്കുവാനോ തയ്യാറില്ലാതെ ഹറാമുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആ രൂപത്തിലാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും അവർക്ക് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒന്ന് വഫിൽ ഹദീസി, ഈ ഹദീസിലുള്ള തെളിവ് എന്താണ്, അല്ലെങ്കിൽ ഈ ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് എന്താണ്? 60 വയസ്സിന് മുമ്പുള്ള ആളുകൾക്കൊക്കെ തെറ്റ് ചെയ്യാമെന്നാണോ? അല്ല. അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ തൗബ സ്വീകരിക്കില്ല എന്നാണോ? അതുമല്ല. മറിച്ച് എന്താണത്? അന്ന ശൈഖൂഖത നദീറുൽ മൗതി വറഹീലി അനി ദുനിയ. ഒരാൾക്ക് വാർദ്ധക്യമെത്തിയാൽ ആ വാർദ്ധക്യം ഒരു മുന്നറിയിപ്പാണ്, നീ മരിക്കാൻ ആയിരിക്കുന്നു, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സമയമായി. വലിഹാദാ യംബഗി ലിമൻ ബലഗ 60 അൽ ഇസ്തിഅദാദു ലിലിഖാഇല്ലാ. അതുകൊണ്ട് തന്നെ ഒരു 60 വയസ്സൊക്കെ എത്തിയ ആളുകൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ദുനിയാവിലേക്കധികം ചായ്വ് കാണിക്കാതെ തൗബ ചെയ്തും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും തിന്മകളൊക്കെ ചെയ്യാതെ മരിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞു വഫീഹി ഇഷാറത്തുൻ ഇലാ അന്ന ഇസ്തിക്മാലി 60 മദിന്നത്തുൽ ഇൻഖിദാഇൽ അജൽ. ഒരാൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ അജൽ ഏകദേശം പൂർത്തിയായി എന്നുള്ള ആ ഒരു സൂചനയുമുണ്ട്. കാരണം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അഅമാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എൻ്റെ ഉമ്മത്തിലെ ആളുകളുടെ ആയുസ്, ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60നും 70നും ഇടക്കാണ്. അപ്പോൾ 60 എത്തുന്നതോടുകൂടി ഏകദേശം മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള സമയമായി. അതുകൊണ്ട് തന്നെ 60 കഴിഞ്ഞിട്ടും അള്ളാഹുവിലേക്ക് തിരിയാത്ത ആളുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. 60 കഴിഞ്ഞിട്ടും ദുനിയാവിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് പരലോകത്തെ മറന്നു പോകുന്ന ആളുകളെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫാത്തിറിലെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആലോചിക്കാൻ മാത്രം ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാരും വന്നിരുന്നു. ഇവിടെ താക്കീതുകാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അമ്പിയാക്കളും വേദഗ്രന്ഥങ്ങളുമെല്ലാമാണ്. എന്നാൽ വളരെ വലിയൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറയുന്നത് അവിടെ താക്കീത് കൊണ്ടുള്ള ഉദ്ദേശം ഹുവ ഷൈബ്, അത് വാർദ്ധക്യമാണ്. അഥവാ വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ മരിക്കാനായി എന്ന ഒരു സന്ദേശം അതിലുണ്ട്, ഒരു താക്കീത് അതിലുണ്ട്. അപ്പോൾ അത്രയും ആയുസ് ലഭിച്ചിട്ടും 60 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയിട്ടും റബ്ബിനെക്കുറിച്ച് ചിന്തിക്കാതെ റബ്ബിലേക്ക് മടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, പരലോകത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത് വളരെ വലിയ അപകടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഉലമാക്കൾ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, അൽ മഖ്സൂദു മിനൽ ഹദീസി ഹസ്സു മൻ ബലഗ ഹാദ സിന്ന മിനൻ നാസ് അൻ യത്തഖില്ലാഹ ജല്ല വഅല ഫീമാ ബഖിയ മിൻ ഉംരിഹി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 കഴിഞ്ഞ ആളുകൾ അവരുടെ അവശേഷിക്കുന്ന ആയുസ്സിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കട്ടെ. ഹാദൽ മഖ്സൂദു വൽ മുറാദു മിൻ ഹാദൽ ഹദീസിൻ നബവി. ഈ ഹദീസ് കൊണ്ടുള്ള മുറാദ് അതാണ്. അവർ ദുനിയാവിന് തന്നെ താല്പര്യം കാണിക്കാതെ, പല ആളുകളുമുണ്ട് വാർദ്ധക്യമെത്തിയാലും ദുനിയാവാണ് അവരുടെ ചിന്ത. അങ്ങനെ പാടില്ല. മരിക്കാൻ തയ്യാറെടുക്കുക, സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക, ധാരാളമായി തൗബ ചെയ്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ അവർ തയ്യാറാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ്റെ ഈ ഹദീസിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.